നഴ്സിംഗ് കോളേജിലെ കുട്ടികളെ കന്യാസ്ത്രീമാര് വളരെ മോശമായിട്ട് പെരുമാറുന്നുണ്ട്. അതെ അതെ കുട്ടികളെ വേശ്യകൾ എന്നൊക്കെ വിളിക്കുന്നു എന്ന് പറഞ്ഞിട്ടൊരു ആരോപണം യാ വന്നിട്ടുണ്ടായിരുന്നു. അത് ശരിക്കും എന്താ സംഭവം? സത്യമാണ് അത്. ഇവർക്ക് കല്യാണം കഴിക്കാൻ പറ്റാഞ്ഞതിൻ്റെയോ അല്ലെങ്കിൽ ഇവർക്ക് റിലേഷൻഷിപ്പിലോ എന്താ അങ്ങനത്തിൽ ആകാൻ പറ്റാത്തതിൻ്റെ ഒരു ഫ്രസ്ട്രേഷൻ. ഫ്രസ്ട്രേഷൻ ആണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം റിലേഷൻഷിപ്പിലുള്ള കുട്ടികളെ കാണുമ്പോഴത്തേക്ക് ഇവർക്ക് വളരെ വളരെ പ്രശ്നമാണ്. അവരതുപോലെ പെരുമാറുന്നത്. അവരപ്പം സംസാരിക്കുന്ന വാക്കുകളൊക്കെ അതായത് ഭയങ്കര സെക്ഷലി ഹറാസ് ചെയ്യുന്ന വാക്കുകളാണ് ഉപയോഗിക്കുന്നത്. അത് ആ വേശ്യ എന്നുള്ള വേർഡ് തന്നെ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ചിന്തിക്കാം അവരെത്ര ഇതിനോട് ഫ്രസ്ട്രേറ്റഡ് ആണെന്നുള്ളത്. ഒരു ഒരു കുട്ടിയെ ഒരു കന്യാസ്ത്രീ വിളിക്കേണ്ട വാക്കാണത്. കന്യാസ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പള്ളിയിലച്ചനെ പോലെ തന്നെ ദൈവത്തിൻ്റെ മണവാട്ടി എന്ന് പറഞ്ഞ സ്ത്രീ. അല്ല, ഇങ്ങനെ വിളിക്കുന്നു എന്ന് എങ്ങനെ ഇത് അറിയാൻ സാധിച്ചത്? ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ പെങ്ങള് ക്രിസ്ത്യൻ കോളേജിലാണ് പഠിച്ചത്. ഓക്കെ. അവർ ഗേറ്റിൽ പോയിട്ട് ഇവർക്ക് പുറത്തിറങ്ങാൻ സമ്മതിക്കില്ല. മെസ്സിൽ കിട്ടുന്ന ചായ പോലും കൊള്ളത്തില്ലാത്ത ചായയാണ്. പക്ഷേ അവർ പുറത്തുനിന്ന് ചായ മേടിച്ചാൽ ചായ കൊണ്ടു കൊടുക്കുന്ന ഡെലിവറി ബോയ് ആയിട്ട് ഇവർക്ക് ബന്ധമാണ്. ഓ, അങ്ങനെ പിന്നെ അവൾ പറഞ്ഞുണ്ടാക്കും. വേശ്യയായി. അങ്ങനെ പറഞ്ഞുണ്ടാക്കും. ഒരു വേശ്യയായി. ബാംഗ്ലൂരുള്ള ക്രിസ്ത്യൻ കോളേജസിലുള്ള കുട്ടികളോട് ചോദിച്ചാൽ മതി, അവർ പറഞ്ഞുതരും. നോർത്തിലുള്ളവരാണെങ്കിലും ബാംഗ്ലൂരിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞുതരും. ക്രിസ്ത്യൻ കോളേജസിൻ്റെ കന്യാസ്ത്രീമാരും പള്ളിയിലച്ചന്മാരും നടത്തുന്ന കോളേജുകളിലെ അവസ്ഥ ഇതാണ്. കന്യാസ്ത്രീയാണ് പ്രിൻസിപ്പൾ ആണെങ്കിൽ വളരെ പ്രശ്നമാണ്. അവർ ടോട്ടൽ ഫ്രസ്ട്രേഷൻ അവർ തീർക്കും. അങ്ങനെ ഒരു അവസ്ഥയുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ എത്ര കന്യാസ്ത്രീമാർ ഗർഭപാത്രം എടുത്തു കളഞ്ഞിട്ട് നിൽക്കുന്നവരുണ്ടെന്നറിയാമോ? ഒരു കന്യാസ്ത്രീ ഗർഭപാത്രം എടുത്തു കളഞ്ഞ എന്തിനാണെന്നറിയാമോ? മെൻസ്ട്രുവേഷൻ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി മാത്രമല്ല, അതിനും ഒരുപാട് കാരണങ്ങളുണ്ട്. അതാണ് പറഞ്ഞത്. ഈ മഠം എന്ന് പറയുന്നത് മഠം വിട്ടവൾ എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. ആ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ഒരു കന്യാസ്ത്രീ എഴുതിയ പുസ്തകമാണ്. അവരുടെ അനുഭവമാണ്. ഫ്രാങ്കോ അച്ഛൻ്റെയൊക്കെ കഥയൊക്കെ എഴുതിയൊരു പുസ്തകമുണ്ട്. അതൊക്കെ വായിച്ച സംഭവം മനസ്സിലാവും. ഈ പുസ്തകത്തിൽ എഴുതിയ ആളെ ഞാൻ നേരിട്ട് കണ്ട ഒരു പുള്ളിക്കാരത്തി കണ്ട കാര്യങ്ങളൊക്കെ വളരെ ഷാർപ്പായിട്ട് എഴുതിയിട്ടുണ്ട് അതിൽ. മഠത്തിൽ വിട്ടവൾ മഠം വിട്ടവൾ. ആ പുസ്തകമൊക്കെ നല്ല നല്ല കാര്യങ്ങൾ അത് പറഞ്ഞിട്ടുണ്ടത്. ഞാൻ പറഞ്ഞില്ലേ, ഗർഭപാത്രം എടുത്ത് കളഞ്ഞത് പോലും ഒരു ഗർഭിണി ആവാതിരിക്കാൻ വേണ്ടിയാണ്, അല്ലാതെ മെൻസ്ട്രുവേഷൻ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയല്ല. ഒരു കന്യാസ്ത്രീക്ക് പീരിയഡ് അല്ലെങ്കിൽ മെൻസ്ട്രുവേഷൻ എന്ന് പറഞ്ഞത് ആവശ്യമില്ല. കാരണം ഗർഭിണി ആവാൻ വേണ്ടി അവൾ ഒരിക്കലും തയ്യാറാവുന്നില്ല. അപ്പോൾ അവൾ ഇതാവാതിരിക്കാൻ, ആ പെയിൻ ഒന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അതങ്ങ് എടുത്ത് കളഞ്ഞത് സ്വാഭാവികമാണ്. പക്ഷേ അതിന് മറ്റൊരു റീസൺ കൂടെ ഉള്ളത് ഇതാണ്.